നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 3 മാസം പ്രായമുള്ള കുഞ്ഞിന് മരുന്നിനൊപ്പം സോപ്പ് പൊടി കലക്കി കൊടുത്തു. പ്രവാസിയായ വീട്ടുജോലിക്കാരിയാണ് ഇത് ചെയ്തത്. കുഞ്ഞിന് മരുന്നിനൊപ്പം സോപ്പ് പൊടി കലർത്തി നൽകി കൊല്ലാൻ ശ്രമം. വീട്ടുജോലിക്കാരി കസ്റ്റഡിയിൽ എന്ന വാർത്തയാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വിദേശത്ത് ജോലിക്ക് ചെന്ന് അവിടെ കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പല കേസുകളിലും ചിലപ്പോൾ പ്രവാസികൾ നിരപരാധികളാകാറുമുണ്ട്. ഇപ്പോൾ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ മരുന്നിനൊപ്പം സോപ്പ് പൊടി കലർത്തി കൊല്ലാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിലാണ് പ്രവാസിയായ വീട്ടുജോലിക്കാരിക്കെതിരെ അന്വേഷണം വന്നിട്ടുള്ളത്. ഗാർഹിക ജോലിക്കായി വിദേശത്തെത്തുന്ന സ്ത്രീകൾ പലതരത്തിലുള്ള പീഡനത്തിന് ഇടയാകുന്നതിനെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട്. സമാനമായ മറ്റൊരു കേസിൽ 2019 കുവൈറ്റിൽ നിന്ന് തന്നെ വീട്ടുജോലിക്കെതിരായി ഉണ്ടായിരുന്നു. അന്ന് ഇന്തോനേഷ്യക്കാരിയായ വീട്ടുജോലിക്കാരിയാണ് സഹപ്രവർത്തകയെ കൊടുക്കാനായി കുഞ്ഞിന് കൊടുക്കുന്ന പാലിൽ ഡിറ്റർജന്റ് കലക്കിയത്. ഇപ്പോൾ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ മരുന്നിനൊപ്പം സോപ്പ് പൊടി കലർത്തി കൊല്ലാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിലാണ് കുവൈറ്റിൽ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ച സ്ത്രീക്കെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഇത്തവണയും പ്രവാസിയായ വീട്ടുജോലിക്കാരിക്കെതിരെ തന്നെയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പരാതി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അലദാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുവൈറ്റ് പബ്ലിക് പ്രോസിക്യൂഷന് റിപ്പോർട്ട് ലഭിച്ചതായി പ്രാദേശിക അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുട്ടിയെ കൊല്ലാനായിരുന്നു വീട്ടുജോലിക്കാരിയുടെ ശ്രമമെന്ന് മാതാപിതാക്കൾ പറയുന്നു. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിയെ പരിശോധിക്കുന്നതിനായി ഫോറൻസിക് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കും തുടർന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ സെന്ററിലേക്കും മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വീട്ടുജോലിക്കാരിയെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് അധികൃതർ. വീട്ടുജോലിക്കാരി ഏത് രാജ്യത്ത് നിന്നുള്ള ആളാണെന്ന് വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന തൊഴിൽ താമസ നിയമലംഘകരെ കണ്ടെത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള പരിശോധനകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഫ്രൈഡേ മാർക്കറ്റിൽ ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിൽ 93 പ്രവാസികളെയാണ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ എല്ലാവരും തുടർ നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കൈമാറി. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം വിവിധ കേസുകളിൽ പിടികിട്ടാനുള്ളവരെയും ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരെയും പിടികൂടുന്നുണ്ട്. അറസ്റ്റിലായ പ്രവാസികളെ നടപടികൾ പൂർത്തിയാക്കി നാടുകടത്തുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് പിന്നീട് മറ്റൊരു വിസയിലും രാജ്യത്തേക്ക് മടങ്ങിവരാൻ കഴിയില്ല. കഴിഞ്ഞ മാസങ്ങളിൽ തൊഴിൽ താമസ നിയമലംഘകരെ പിടികൂടാൻ ലക്ഷ്യമിട്ട് കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ വ്യാപക പരിശോധനകളാണ് നടത്തിവരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.